Hi friends, welcome back to my channel. അപ്പോൾ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് വെളിയിലൊക്കെ പോവായിരുന്നു. അതും ബൈക്ക് ഓടിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് വളരെ ഡൾ ആൻഡ് ഡ്രൈ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാനൊരു മാജിക് ഇൻഗ്രീഡിയൻറ്റ് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി അത് ഞാൻ അപ്ലൈ ചെയ്താണ് ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ ടോൺ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ളൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ എൻ്റെ സ്കിൻ എങ്ങനെയായിരുന്നു ഇരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിനു മുന്നേ കാണിച്ച ക്ലിപ്പ് നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ സ്കിൻ എങ്ങനെ മാറിയെന്ന് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതിനുള്ള മാജിക് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ ചിലരെങ്കിലും മനസ്സിലാക്കി കാണും ഞാനൊരു തമാശ പറഞ്ഞാണെന്ന്. കാരണം ഇതിന് മുന്നേ എടുത്ത ഞാൻ ഷോട്ട് ഇവിടെ ഇപ്പോൾ ഇരുന്ന് തന്നെ എടുത്താണ്, അല്ലാതെ ഞാൻ 3 മാസം മുമ്പ് എടുത്ത ഷോട്ടല്ല. ഞാൻ ആകെ ചെയ്ത ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുന്നിലുള്ള LED ലൈറ്റ് ഞാൻ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഉള്ള ഈ ഒരു ക്ലിപ്പിൽ ഞാൻ എൻ്റെ LED ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അതാണ് എൻ്റെ മുഖത്ത് ഇത്ര ഗ്ലോ തോന്നാൻ കാരണം, അല്ലാതെ ഞാൻ വേറൊരു പൊടിക്കൈയും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില വീഡിയോസ് യൂട്യൂബിൽ ഒരുപാട് ട്രെൻഡിങ് ആണ്. ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ചില ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഉണ്ട്. അവർ ഇതേപോലെ വന്നിട്ട് ഓരോ ദിവസവും വന്നിട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഫേസ് പാക്ക്, ഫേസ് വാഷ്, പിന്നെ സ്ക്രബ്, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അത് അപ്പാടെ വിശ്വസിച്ച് ഇതെല്ലാം ഫോളോ ചെയ്ത് അവർക്കും അതേപോലത്തെ ഗ്ലോയിങ് സ്കിൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സ്കിൻ കെയറിന് ശരിക്കും എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടോ, അതോ ഇത് വെറും ഒരു വ്യൂസ് കിട്ടാനുള്ള ഒരു തന്ത്രം മാത്രമാണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ വീഡിയോ. നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ എന്ന് പറയുന്നത് സ്കിൻ ആണ്. സ്കിൻ എന്തിനാണ് നമ്മുടെ ബോഡിയിലുള്ളത്? വെളിയിലുള്ള എന്തെങ്കിലും ഡാമേജസിനെതിരെ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് സ്കിൻ ഉള്ളത്. അപ്പോൾ സ്കിൻ എല്ലാ സബ്സ്റ്റൻസും അബ്സോർബ് ചെയ്യുന്ന ഒരു കാര്യമല്ല എന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്കിൻ അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന ഒരു ഓർഗൻ ആയിരുന്നെങ്കിൽ എന്തൊക്കെ ഡേഞ്ചേഴ്സ് ആണ് നമ്മുടെ ബോഡിക്ക് വരുമായിരുന്നത്. അപ്പോൾ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് പുറകോട്ടാണ്. നമുക്ക് പനിയോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകും. പക്ഷേ ഈ നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ ആയിട്ടുള്ള സ്കിന്നിന് എന്തെങ്കിലും ഒരു ഡിസ്കളറേഷനോ അല്ലെങ്കിൽ പിമ്പിൾസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ സ്വയം ചികിത്സയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? ഒരു കോസ്മെറ്റിക് പ്രോബ്ലം മാത്രമായിട്ട് നമ്മൾ കാണുന്നത് കൊണ്ടാണ് സ്കിന്നിന്റെ പ്രോബ്ലംസിന് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകാതെ സ്വയം ചികിത്സ ചെയ്യാൻ ആലോചിക്കുന്നത്, അല്ലേ? പിന്നെ ഇങ്ങനത്തെ DIY സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും നാച്ചുറൽ ആണ്, ഇതിൻ്റെ അകത്ത് ഒരു കെമിക്കൽസും ഇല്ല. പക്ഷെ ഇത് ശരിക്കും സത്യമാണോ? എല്ലാ നാച്ചുറൽ സബ്സ്റ്റൻസും കെമിക്കൽ തന്നെയാണ്. ഈവൻ നമ്മുടെ ബോഡി വരെ കെമിക്കൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ പച്ചവെള്ളം പോലും കെമിക്കലാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നാച്ചുറൽ സബ്സ്റ്റൻസിൽ കെമിക്കൽ ഇല്ല എന്ന് പറയാൻ പറ്റുന്നത്? മാത്രമല്ല എല്ലാ കെമിക്കൽസും അങ്ങനെ മോശം ആവണമെന്നില്ല. ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനം മാത്രമല്ല കെമിക്കല്, നമ്മളുടെ എല്ലാ സബ്സ്റ്റൻസിലും കെമിക്കൽ ഉണ്ട്. നമ്മുടെ ലെമൺ ആണെങ്കിലും മറ്റുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസിലും എല്ലാം ഒരു തരം കെമിക്കൽസ് അടങ്ങിയ സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത് ഏതൊക്കെയാണ് സ്കിന്നിന്, അതായത് നമ്മൾ മുഖത്തിടുമ്പം ബെനിഫിഷ്യൽ എന്ന് നമുക്കറിയില്ല. ലെമൺ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് എടുത്താൽ തന്നെ അതിൻ്റെ അകത്ത് 3 ടൈപ്പ് ഓഫ് ആസിഡ്സ് ആണുള്ളത്. അസ്കോർബിക് ആസിഡ്, അതാണ് നമ്മുടെ വൈറ്റമിൻ C, സിട്രിക് ആസിഡ്, മാലിക് ആസിഡ്. സോ അസ്കോർബിക് ആസിഡ് ആണ് നമ്മുടെ അല്ലെങ്കിൽ L-ascorbic ആസിഡ് എന്ന് പറയും. അതാണ് നമ്മുടെ വൈറ്റമിൻ C. പക്ഷെ ഒരു ലെമണിൽ എത്ര വൈറ്റമിൻ C ഉണ്ട്, അത് ഏത് സ്റ്റേറ്റിലാണെന്നൊന്നും നമുക്കറിയില്ല. എത്ര കോൺസെൻട്രേഷനിൽ വൈറ്റമിൻ C നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് സ്കിന്നിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതെന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരു ലാബിൽ ഇതെല്ലാം അറിയുന്ന ഒരാൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് അതിനുള്ള റിയാക്ഷൻസും റെസ്പോൺസും, സ്കിന്നിന്റെ റിയാക്ഷനും റെസ്പോൺസും, അതായത് ഇൻക്ലൂഡിങ് സൈഡ് ഇഫക്ട്സ് എല്ലാം അവർ മനസ്സിലാക്കിയിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. സെൽഫ് മെയ്ഡ് ഹോം റെമഡീസിൽ നമ്മുടെ സ്കിന്നിലെ റെസ്പോൺസ് അല്ലെങ്കിൽ റിയാക്ഷൻ, സൈഡ് ഇഫക്ട്സ് ഇതൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം നമുക്ക് അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ അറിയില്ല, അതിൻ്റെ അകത്ത് എത്ര കോൺസെൻട്രേഷനിൽ എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് ഉള്ളതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ DIY സ്കിൻ കെയറിൽ അധികം വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മുടെ മുഖത്തിട്ടിട്ട് അതൊരു മിനിമം ഒരു മാസമെങ്കിലും കഴിയുമ്പോഴാണ് ഒരു ഇഫക്റ്റ് കാണിച്ചു തുടങ്ങുന്നത്. ബ്യൂട്ടി ഗുരൂസ് അല്ലെങ്കിൽ സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റ് ഓൺ യൂട്യൂബ് ഇവരൊക്കെ ഒരു ദിവസം ഒരു പാക്ക് കാണിക്കുന്നു, അടുത്ത ദിവസം വേറൊരു പാക്ക് കാണിക്കുന്നു, അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് അവരുടെ സ്കിന്നിനെ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്തെന്ന് അവരെങ്ങനെ പറയാൻ പറ്റും? എല്ലാം നാച്ചുറൽ ആയതുകൊണ്ട് അതൊന്നും നമ്മുടെ സ്കിന്നിനെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പല പ്രോഡക്ട്സും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് പാക്സ് അല്ലെങ്കിൽ ക്രീംസ് എല്ലാം തന്നെ ആദ്യം ചിലപ്പോൾ റിസൾട്ട്സ് കാണിക്കുമെങ്കിലും ഇൻ ദ ലോങ് റൺ
അത് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിനെ വളരെ മോശമായിട്ടായിരിക്കും ബാധിക്കുന്നത്. അത് പിന്നെ നമുക്ക് ശരിയാക്കാൻ വേണ്ടി ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോകേണ്ടി വരും. കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു $1 ബില്യൺ ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള റിസർച്ച്, അനാലിസിസ് ഇതെല്ലാം നടത്തിയിട്ടാണ് അവർ ഓരോ പ്രോഡക്റ്റും ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇവർ ഈ പറയുന്നത് പോലെ വീട്ടിൻ്റെ അകത്ത് നമ്മൾക്ക് അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ഇങ്ങനെ മിറാക്കുലസ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടാകുമായിരുന്നെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ എല്ലാം അവർ ഈ കമ്പനീസ് വന്ന് കോൺടാക്ട് ചെയ്ത് അവരുടെ പ്രോഡക്റ്റ് പേറ്റന്റ് എടുത്ത് അവർക്കൊരു റെവല്യൂഷണറി പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹെൽപ്പ് ആകുമായിരുന്നു അല്ലേ. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഒരു കമ്പനി ഇറക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി കോസ്റ്റ്, അതായത് മാനുഫാക്ചറിങ് കോസ്റ്റ് കുറവാണ്. അതേപോലെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ കമ്പനീസ് ഇങ്ങനത്തെ പ്രോഡക്ട്സ് എടുത്തിട്ട് അതൊരു ക്രീമായിട്ട് ഇറക്കുന്നില്ല, അല്ലെങ്കിൽ അതൊരു പ്രോഡക്റ്റ് ആയിട്ട് ഇറക്കുന്നില്ല? അത് ചെയ്യാതെ അവരെന്താണ് ഇത്രയും ഡോളേഴ്സ് അല്ലെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് റിസർച്ച് ആൻഡ് അനാലിസിസ് നടത്തി ഒരുപാട് കെമിസ്റ്റിനെയും ഡെർമറ്റോളജിസ്റ്റിനെയും പിന്നെ ടെക്നീഷ്യൻസിനെയും എല്ലാം ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് എന്തുകൊണ്ടാണ് അവർ ഇത്രയ്ക്കും ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ട് മാത്രം പ്രോഡക്റ്റ് ഇറക്കുന്നത്? അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ നാച്ചുറൽ സ്കിൻ കെയർ എക്സ്പേർട്സിന്റെ ഒരു വാദം എന്താന്ന് വെച്ചാൽ ക്രീംസ് അല്ലെങ്കിൽ സിറംസ് അല്ലെങ്കിൽ ഫേസ് വാഷസ് ഇങ്ങനെയുള്ള പ്രോഡക്ട്സിലെല്ലാം തന്നെ കെമിക്കൽസ് ഉണ്ട്, പ്രിസർവേറ്റീവ്സ് ഉണ്ട്, ഇതൊക്കെയാണ്. പക്ഷെ ആലോചിച്ച് നോക്കൂ, പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ എങ്ങനെയാണ് ഒരു ക്രീം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഇത്ര നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ബാക്ടീരിയയുടെ ഒരു വിളനിലമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ഫേസ് പാക്ക് ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് നമ്മളത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ കളയുക. പിന്നെയും അത് നമ്മൾ സൂക്ഷിച്ചു വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടാകാൻ പറ്റില്ല. കാരണം പ്രിസർവേറ്റീവ്സ് എല്ലാം മോശമായിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മുടെ സ്കിന്നിൽ പറ്റുന്ന പ്രിസർവേറ്റീവ്സ് ഒക്കെയാണ് നമ്മുടെ ക്രീംസിൽ അല്ലെങ്കിൽ ബ്യൂട്ടി പ്രോഡക്ട്സിൽ അവർ ആഡ് ചെയ്യുന്നത്. ഒരു പരിധിയിൽ കൂടുതൽ പ്രിസർവേറ്റീവ്സ് വരുമ്പോഴേ പ്രശ്നമുള്ളൂ. കാരണം സേഫ് ആയിട്ടുള്ള ലെവലിൽ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്കിന്നിന് വലിയ ദോഷമൊന്നും വരാനില്ല എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. പിന്നെ നാരങ്ങയിൽ വൈറ്റമിൻ സി ഉണ്ട്, ഓറഞ്ചിൽ വൈറ്റമിൻ സി ഉണ്ട്, പപ്പായയിൽ വൈറ്റമിൻ എ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുഖത്തിടുമ്പോഴും ഈ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസ്, ഈ കോമ്പൗണ്ട്സ് എല്ലാം എത്ര അളവിൽ ഈ പ്രോഡക്ട്സിൽ അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സിലൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത് എത്ര അളവിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്താലാണ് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ പ്രോഡക്ട്സ് ഫോർമുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ വെൽ എക്സ്പീരിയൻസ്ഡ്, വെൽ ട്രെയിൻഡ് ആൻഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ലാതെ എവിടെയെങ്കിലും ഒരു ലാബിൽ ഇരുന്നിട്ട് എന്തെങ്കിലും കുറെ പ്രോഡക്ട്സ് മിക്സ് ചെയ്ത് അവരൊരു പോയ്സൺ ഫിൽഡ് പ്രോഡക്റ്റ് അല്ല നമ്മുടെ സ്റ്റോഴ്സിൽ എത്തിക്കുന്നത്. പക്ഷെ അവർ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരുപാട് ടെസ്റ്റിംഗ് നടത്തിയിട്ട് ആ എക്സ്പെരിമെന്റ്സും അതിൻ്റെ ഇഫക്ട്സ്, സൈഡ് ഇഫക്ട്സ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് കൊടുക്കുന്ന ഹോം കെയർ അല്ലെങ്കിൽ സെൽഫ് മെയ്ഡ് റെമഡീസിനെക്കാട്ടിൽ എന്തുകൊണ്ടും ഞാൻ പ്രിഫർ ചെയ്യുന്നത് കൗണ്ടർ ടോപ്പിൽ നമുക്ക് കിട്ടുന്ന ഒരു നല്ല ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല, നാരങ്ങയിൽ ഞാൻ പറഞ്ഞില്ലേ 3 ടൈപ്പ് ഓഫ് ആസിഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ആകെ ഉള്ളത് എലസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ സി ആണ്. പക്ഷെ ഒരു നാരങ്ങയിൽ എത്ര വൈറ്റമിൻ സി ഉണ്ടെന്ന് നമുക്കൊരു ഐഡിയയുമില്ല. അത് മാത്രമല്ല, ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഓക്സിജൻ അല്ലെങ്കിൽ മോയ്സ്ചറുമായിട്ടൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ വൈറ്റമിൻ സി. അതേപോലെ ഇത് ഒരു ലാബ് ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് ഇങ്ങനെ ഇത്രയ്ക്ക് കെയർ എടുത്ത് ഒരു ഓക്സിജനോ അല്ലെങ്കിൽ വെള്ളമായിട്ടൊന്നും, വെള്ളം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന മോയ്സ്ചറാണ്, മോയ്സ്ചറുമായിട്ടൊന്നും കണ്ടാമിനേഷൻ വരാതെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നമുക്ക് വൈറ്റമിൻ സി സിറം ഉണ്ടാക്കാം എന്നൊക്കെ പറയുമ്പോൾ അത് എത്രമാത്രം ഇഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ എത്രയ്ക്ക് സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് ശരിക്കും നമ്മൾ ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയാണ്, ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയാണ്, പപ്പായ കഴിക്കുകയാണ്. ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ബോഡിയിൽ ആ ന്യൂട്രിയൻസ് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും. പക്ഷെ ഇതെല്ലാം സ്കിന്നിൽ ഇട്ടതുകൊണ്ട് ആ ഗുണങ്ങളൊക്കെ സ്കിൻ അബ്സോർബ് ചെയ്യണമെന്നില്ല. കാരണം എല്ലാം അബ്സോർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്നെങ്കിൽ എത്ര ഡേഞ്ചറസ് ആയിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ചുറ്റും എത്ര പൊല്യൂഷൻ ആണുള്ളത്, എത്ര ഡേർട്ട് ആൻഡ് ജേംസ് ആണുള്ളത്, അതെല്ലാം സ്കിൻ അബ്സോർബ് ചെയ്തേനെ അല്ലേ. അപ്പൊ അങ്ങനെ എല്ലാ സബ്സ്റ്റൻസും ഒന്നും അബ്സോർബ് ചെയ്യാൻ കഴിവുള്ളതല്ല നമ്മുടെ സ്കിന്ന്. നമ്മുടെ സ്കിൻ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആണ്. ഒരു ക്രീം അല്ലെങ്കിൽ ഒരു നമ്മുടെ സ്കിന്നിന് ചേരുന്ന, നമ്മുടെ
സ്കിന്നിൽ ഒരു റിയാക്ഷനോ അല്ലെങ്കിൽ അലർജി ഇല്ലാത്ത പ്രോഡക്ട്സ് കണ്ടുപിടിച്ച് അത് തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിലെല്ലാം നമ്മുടെ സ്കിന്നിലോട്ട് അത് പെനിട്രേറ്റ് ചെയ്ത് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഇൻഗ്രീഡിയന്റ് അവർ മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ സ്കിൻ കെയർ നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്യുന്നതും മേക്കപ്പ് പ്രോഡക്ട്സ് നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് മാത്രം നിൽക്കുന്നത്. രണ്ടിന്റെയും ഫോർമുലേഷൻ വളരെ ഡിഫറെന്റ് ആണ്. അപ്പോൾ ഓരോ പ്രോഡക്ട്സിനും ഡിഫറെന്റ് ഫോർമുലേഷൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള കോമ്പണൻസ് എല്ലാം നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്യുമെങ്കിൽ തന്നെ അത് എത്ര ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്യണം, എങ്ങനെ മിക്സ് ചെയ്യണം, എന്തിന്റെ കൂടെയൊക്കെ നമുക്കത് മിക്സ് ചെയ്യാം എന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഒരു ലാബ് കെമിസ്റ്റ് ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ കുറച്ച് ഒരു കപ്പ് അരി എടുത്ത് ഒരു കപ്പ് മൈദ എടുത്ത് മിക്സ് ചെയ്തു ഫേസ് പാക്ക് ഉണ്ടാക്കി, ഇങ്ങനെയല്ല അവർ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേക അളവിൽ പ്രത്യേക ക്വാണ്ടിറ്റിയിൽ കോൺസെൻട്രേഷനിലെല്ലാം അല്ലെങ്കിൽ പ്രത്യേക ടെമ്പറേച്ചർ, പ്രത്യേക കണ്ടീഷൻസ് ഇതെല്ലാം നോക്കി വളരെയധികം കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇവരൊരു പ്രോഡക്റ്റ് ഞാൻ എന്തുകൊണ്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. പല പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പല ഇൻഗ്രീഡിയൻസ് അതിനകത്ത് മിക്സ് ചെയ്യുമ്പോഴും നമുക്കറിയില്ല ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് റിയാക്ഷൻ കൊടുക്കുന്നത്, ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ സ്കിന്നിന് ബെനിഫിറ്റ് ചെയ്യുന്നത്. ഇതൊന്നും അറിയാതെ നമുക്ക് എങ്ങനെയാണ് ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഒരു ഹോം റെമഡി നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഒരാൾക്ക് വേണ്ട പ്രോഡക്റ്റ് ആയിരിക്കില്ല വേറൊരാൾക്ക് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ മുടി കൊഴിച്ചിലിന് ഞാൻ അഭിനവ് പോയ ഡോക്ടറിൻ്റെ അടുത്താണ് പോയത്. അഭിനവിന് കൊടുത്ത സെയിം മെഡിസിൻ അല്ല അവരെനിക്ക് തന്നത്. എൻ്റെ അടുത്ത് അവർ ചോദിച്ചത് നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ടോ, നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അടുത്തിടങ്ങാണ്, എന്നിട്ട് ഷുഗർ ലെവൽ, പിന്നെ ഹീമോഗ്ലോബിൻ ലെവൽ ഇതെല്ലാം അന്വേഷിച്ചു. പിന്നെ എൻ്റെ സ്കാൽപ്പ് ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അവരൊരു പ്രോഡക്റ്റ് എനിക്ക് സജസ്റ്റ് ചെയ്തതും ഒരു മെഡിക്കേഷൻ സജസ്റ്റ് ചെയ്തതും. അല്ലാതെ വൺ സൈസ് ഫിറ്റ്സ് ഓൾ അല്ല ഒരു ഡെർമറ്റോളജിസ്റ്റും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അറിയുന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇത് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും സേഫ്. നമ്മുടെ സ്കിന്നിൽ വരുന്ന പ്രോബ്ലംസ്, ഹെയർ ഫോള്, ഇതെല്ലാം തന്നെ ചിലപ്പം നമ്മുടെ വേറെ എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷന്റെ സിംറ്റംസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹെയർ ഫോളിന് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ മെഡിക്കൽ കണ്ടീഷൻ കാണിക്കുന്ന സിംറ്റത്തിനെ സപ്രസ് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷെ ആ ശരിക്കുള്ള കോസ് എന്താണെന്ന് അറിഞ്ഞാലേ ശരിക്കുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു 27 വയസ്സൊക്കെ ആയപ്പോഴും ഭയങ്കര ആക്നെ പ്രോബ്ലം ആയിരുന്നു. പുള്ളിക്കാരി ആരോ സജസ്റ്റ് ചെയ്തൊരു ക്രീം പുരട്ടി അതിങ്ങനെ പോകും വരും അങ്ങനെ നിന്നുകൊണ്ടിരുന്നു. അപ്പം പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് പറഞ്ഞ് ഇങ്ങനെ വെറുതെ സ്വയം ചികിത്സ ചെയ്യാതെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് പെർമനന്റ് ആയിട്ട് എന്ത് സൊല്യൂഷൻ എന്ന് അന്വേഷിക്കുന്നതായിരിക്കും പോയി. അപ്പൊ ഡെർമറ്റോളജിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇത് എനിക്ക് തോന്നുന്നു ഗൈനാക് ഇഷ്യൂസ് ആയിരിക്കും, അത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഞാൻ റെഫർ ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. ഗൈനക്കോളജിസ്റ്റ് കണ്ടുപിടിച്ചത് പുള്ളിക്കാരിക്ക് PCOD ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഇത്രയ്ക്ക് ആക്നെ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ PCOD ചികിത്സിച്ച് ശരിയാക്കിയതിന് ശേഷം ആക്നെ പ്രോബ്ലം മുടി കൊഴിച്ചിൽ നിർത്താൻ വേണ്ടി നമ്മൾ യൂട്യൂബിൽ കണ്ട ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്തു. മുടി കൊഴിച്ചിൽ നിന്നോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു പ്രോബ്ലം നമ്മൾ അഗ്രവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരുപാട് താമസിക്കുന്നതിന് മുന്നേ നമ്മൾ അത് ചികിത്സിച്ച് ഭേദമാക്കാതെ നമ്മൾ ഒരു കോസ്മെറ്റിക് പ്രോബ്ലം ആയിട്ട് മാത്രം ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ അതിനു വേണ്ടിയുള്ള ചികിത്സയാണ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ C ടാബ്ലറ്റ്സ് പൊടിച്ച് മുഖത്തിട്ടാൽ നല്ല ഇഫക്റ്റ് കിട്ടും എന്നൊക്കെ ആരാണ് ഇതൊക്കെ പഠിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം വൈറ്റമിൻ C ടാബ്ലറ്റ് അല്ലെങ്കിൽ വൈറ്റമിൻ E ഇതെല്ലാം ഇൻടേക്കിന് വേണ്ടിയുള്ള ഫോർമുലയാണ്. പക്ഷെ അത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ഫോർമുല അല്ല അവർ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ സ്കിൻ അത് അബ്സോർബ് ചെയ്യുമോ അതോ വല്ല റിയാക്ഷൻ ഉണ്ടാവുമോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ സ്കിന്നിന് വേണ്ടിയുള്ള പ്രോഡക്ട്സ് ആണ് സ്കിന്നിന് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കഴിക്കേണ്ട പ്രോഡക്ട്സ് സ്കിന്നിൽ ഇട്ടത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല വലിയ ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. എൻ്റെ കോളേജ് മേറ്റ് ഒരു കുട്ടി നാരങ്ങ ആരോ മുഖത്ത് പുരട്ടാൻ പറഞ്ഞിട്ട് നാരങ്ങ മുഖത്ത് പുരട്ടി. നാരങ്ങയുടെ തൊണ്ട് കൊണ്ട് പുള്ളിക്കാരിയുടെ മുഖം മുറിഞ്ഞു. ആ മുഖം മുറിഞ്ഞ സമയത്ത് പുള്ളിക്കാരി എന്താണ് ആലോചിച്ചത്, എൻ്റെ അച്ഛൻ ഷേവ് ചെയ്ത് കഴിഞ്ഞ് ആഫ്റ്റർ ഷേവ് ലോഷൻ പുരട്ടാറുണ്ട്, അപ്പോൾ അത് പുരട്ടിയാൽ ചിലപ്പോൾ ഇത് ശരിയാവും എന്ന് വിചാരിച്ച് പുള്ളിക്കാരി ആരോടും പറയാതെ അച്ഛൻ്റെ ആഫ്റ്റർ ഷേവ് ലോഷൻ എടുത്ത് മുഖത്ത് പുരട്ടി. അപ്പോൾ ഓൾറെഡി നാരങ്ങ നീരും മുറിവിൻ്റെ അകത്ത് പോയിരിക്കണം, പിന്നെ മുറിവുണ്ട് അവിടെ, അത് കുറച്ച് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ഈ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ആഫ്റ്റർ ഷേവും കൂടെ വന്നപ്പം ആ സ്ഥാനത്ത് ഭയങ്കര പൊള്ളൽ ആയി. അത് പിന്നെ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടി വന്നു. ഏകദേശം ഒരു 1-1.5 മാസം എടുത്തു ആ ഒരു സ്കാർ അവിടുന്ന് പോകാൻ തന്നെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പരീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഫൈനലി എൻ്റെ കൺക്ലൂഷൻ ഇതാണ്, നമുക്ക് ഒരു നല്ല സ്കിൻ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ്, പിന്നെ നമ്മുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ, നോ എക്സ്പെരിമെന്റ്സ് ഓൺ ദ സ്കിൻ,
പിന്നെ ഒരുപാട് വറീഡ് ആവാതിരിക്കുക, സ്ട്രെസ് കുറയ്ക്കുക, ആങ്സൈറ്റി കുറയ്ക്കുക, പിന്നെ ഒരു നല്ല എക്സർസൈസ് റൂട്ടീൻ. ഇതൊക്കെയാണ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് വെക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അല്ലാതെ സ്വയം ചികിത്സ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ബ്യൂട്ടി റൂട്ടീൻസ് ഒന്നും ചെയ്യാതിരിക്കുക. ആരെങ്കിലും പറയുന്നത് കേട്ട് എന്തെങ്കിലുമൊക്കെ കലക്കി മുഖത്ത് തേക്കാതിരിക്കുക. അതെല്ലാം ചിലപ്പോൾ അപ്പോഴെന്തെങ്കിലും ഒരു ബ്രൈറ്റ്നസ് കൊടുക്കുമെങ്കിലും അത് ക്രമേണ നമ്മുടെ സ്കിന്നിനെ ബാധിക്കും, പെട്ടെന്ന് ഏജ് ആവാൻ സാധ്യതയുണ്ട്. അതേപോലെ നമ്മുടെ സ്കിന്നിന് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വെയർ ആൻഡ് ടയർ കൊടുക്കാൻ ഈ ഹോം മെയ്ഡ് സ്ക്രബ്സ് ഒക്കെ ചിലപ്പോൾ ഒരു കാരണമാകും. നമുക്ക് കാണാൻ പറ്റില്ലായിരിക്കും, പക്ഷെ അത് സ്കിന്നിൽ ഉണ്ടായിരിക്കും. നമുക്ക് കാണാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങളാണ് നമ്മുടെ സ്കിന്നിലുള്ളത്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്ര ചെറിയ ഈ വെയർ ആൻഡ് ടയർ ഒക്കെ കൊടുക്കാൻ ഈ ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ചില സ്ക്രബ്സ് ഒക്കെ ചിലപ്പോൾ കാരണമാകും. അതുകൊണ്ട് വളരെ ജെന്റിൽ സ്ക്രബ്സ്, പിന്നെ കെമിക്കൽ എക്സ്ഫോളിയേഷൻ ആണ് ഏറ്റവും നല്ലത്. കാരണം കെമിക്കൽ എക്സ്ഫോളിയേഷൻ ആണ് ശരിക്കും ആ പോഴ്സിലൊക്കെ ഇറങ്ങി ഡേർട്ടൊക്കെ മാറ്റിയെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ പുറത്തിട്ട് നമ്മൾ ഉരയ്ക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സ്കിന്നിന് ഒരു അബ്യൂസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ക്രബും ഒരുപാട് ഫേസ് പാക്കും ഒരുപാട് സ്കിൻ കെയറും ചെയ്യാതിരിക്കുക. നമ്മളൊരു ബേസിക് ക്ലെൻസിങ്, മോയ്സ്ചറൈസിങ്, സൺസ്ക്രീൻ ഇങ്ങനത്തെ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുക. നല്ല പ്രോഡക്ട്സ്, നല്ല ബ്രാൻഡ്സിന്റെ പ്രോഡക്ട്സ് വാങ്ങിക്കുക, നല്ല റിവ്യൂസ് ഉള്ള പ്രോഡക്റ്റ് വാങ്ങിക്കുക. എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണമെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ കണ്ട് അവർ പറയുന്ന ഇൻഗ്രീഡിയൻസ് ചേർന്ന പ്രോഡക്ട്സ് വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.